ഇന്നത്തെ കാലത്ത് ഓട്ടോമോട്ടീവ് ടെക്നീഷ്യന്മാർക്ക് 3000 രൂപയെങ്കിലും മിനിമം ഡെയിലി വേജസ് ആയിട്ട് ലഭിക്കണം എന്ന് ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞിട്ട് അതിൽ ഏകദേശം 1800 പേരോളം മാത്രമേ ഇത്തരം വീഡിയോസിനൊക്കെ അത്ര വ്യൂസ് വരാറുള്ളൂ. ഈ 1800 പേരിൽ എത്ര ശതമാനം പേര് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവുമെന്നൊന്നും അറിയില്ല. എങ്കിലും അതിൽ വന്നത് രണ്ട് കമൻറ്റുകളാണ്. ഒന്ന് നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്നാണെന്ന് തോന്നുന്നു ഒരു പുള്ളി പറഞ്ഞത് അത് കൊടുക്കാൻ പറ്റിയ ഗറാഷുകളുണ്ട് എന്നതാണ് പുള്ളി പറഞ്ഞത്. പിന്നെ നമ്മുടെ ബിബിത് ബിജുവിൻ്റെ ഒരു കരയുന്ന ഇമോജിയാണ്, ഇതൊക്കെ നടക്കാത്ത എത്ര സ്വപ്നം എന്ന മട്ടിലുള്ളത്. ബാക്കി എല്ലാവരും എനിക്ക് തോന്നുന്നത് മുതലാളിമാരായാലും തൊഴിലാളികളാണെങ്കിലും 3000 രൂപ കൊടുക്കാൻ പറ്റിയ സ്റ്റാഫൊന്നും എനിക്കില്ല എന്ന് വിശ്വസിക്കുന്ന കുറേ മുതലാളിമാരും 3000 ഒന്നും കിട്ടാൻ യോഗ്യതയുള്ള ഒന്നും എനിക്കില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു തൊഴിലാളികളും എന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ 3000 രൂപ വരുന്നവർക്ക് മുഴുവൻ കൊടുക്കുക എന്നതല്ലല്ലോ നമ്മുടെ ചിന്ത. കഴിവുള്ളവർക്ക് 3000 രൂപയെങ്കിലും കിട്ടണം എന്നതാണ്. അപ്പം 3000 രൂപ കൊടുക്കുമ്പോൾ ആ മുതലാളി അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കേസുകളുണ്ട്. നിങ്ങളൊരാളോട് ശമ്പളം കൂട്ടി ചോദിക്കുമ്പോൾ അയാൾ നിങ്ങൾക്ക് ശമ്പളം കൂട്ടിത്തരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും എനിക്ക് ലഭിക്കാൻ പോകുന്നില്ലെന്നൊക്കെ വിശ്വാസമുള്ളതുകൊണ്ടാണ് കൂട്ടിത്തരാത്തത്. നമ്മൾ ഇത്തരം ചിന്താഗതികൾ കൊണ്ടൊന്നല്ല നടക്കുന്നത്. നമ്മൾ നമ്മുടെ ഗറാഷുകളിൽ തൊഴിലാളികളുടെ ഡിപ്പെൻഡൻസി കുറക്കണം എന്ന് വെച്ചാൽ തൊഴിലാളികളെ മുഴുവൻ പറഞ്ഞു വിടുക എന്നുള്ളതല്ല. നമ്മുടെ ഗറാഷ് സിസ്റ്റമാറ്റിക്കായിട്ട് മാറണം. തൊഴിലാളി 8 മണിക്കൂർ പണിയെടുക്കുമ്പോൾ ലഭിക്കുന്ന പ്രൊഡക്ടിവിറ്റിയുടെ ഇരട്ടി ലഭിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങളുടെ ഗറാഷിൽ ഇപ്പോൾ 40 പേര് പണിയെടുക്കുന്നുണ്ടാവും. നിങ്ങൾ സിസ്റ്റം അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് 20 പേരെ കൊണ്ടോ 10 പേരെ കൊണ്ടോ ചെയ്യാൻ പറ്റും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ തൊഴിലാളികളുടെ സാലറി കൂട്ടിക്കൊടുക്കാൻ സാധിക്കുമല്ലോ, ചിലവ് കുറയില്ലേ. ഈ 10-11 ഒരു സ്പാനർ വാങ്ങിച്ചിട്ട് 50 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ആ സ്പാനർ വേണമെങ്കിൽ 3-4 കൊല്ലം കളയാതിരുന്ന നിലനിൽക്കും. ആ സ്ഥാനത്താണല്ലോ നിങ്ങൾ മിനിമം 6000 മുതൽ 7000 വരെയുള്ള ഒരു കോഡ്ലെസ് റെഞ്ച്, ബാറ്ററി റെഞ്ച് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് സമയം ലാഭിക്കുമെന്ന് മനസ്സിലായത് കൊണ്ടാണല്ലോ ഈ കോഡ്ലെസ് റെഞ്ച് മിനിമം 2 വർഷം, അതിൽ കൂടുതലൊന്നും നിലനിൽക്കാൻ പോകണില്ല, കൂടിയ 3 വർഷം. അതിനുള്ളിൽ ഈ 6000-7000 പുകയായി പോവും. പക്ഷെ ഒരു സ്പാനറോ അത് നിലനിൽക്കും. എന്നിട്ടും നിങ്ങൾ തീരുമാനങ്ങൾ മാറ്റുന്നുണ്ടല്ലോ. അപ്പം ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ മതി, അതാണ് കാര്യം.